എല്ലാവർക്കും സൗത്ത് ഈസ്റ്റ് കിച്ചൻ്റെ ഓണാശംസകൾ. ഇത്തവണ ഓണത്തിന് നമുക്ക് ഒരു മാങ്ങാക്കറി ഉണ്ടാക്കാം. ഇത് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. കടുമാങ്ങ എന്ന് പറയും, കടുമാങ്ങ കറി എന്ന് ഇതിന് പറയാറുണ്ട്. അതിനുവേണ്ടി 2 മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത മാങ്ങയാണ് ഇതിന് ടേസ്റ്റ്, കുറച്ച് പുളിയുണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇടണം. അതിലേക്ക് ഇതൊക്കെ ഒന്ന് അരച്ചിട്ട് ചേർക്കണം. 2 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, കടുക്, ഉലുവ, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. കടുമാങ്ങ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കാം. 2 ഉള്ളി, 2 വെളുത്തുള്ളി, ഒരു നുള്ള് ഉലുവ, 2 നുള്ള് ജീരകം, 1/2 ടീസ്പൂൺ കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ്. ഇത് മാങ്ങയിലേക്ക് മിക്സ് ചെയ്യാം. ഉപ്പ്, പച്ചമുളകും ഇത് ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇത് തലേദിവസം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ഇടാം. വേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് ഈ പുരട്ടി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം ഈ 2 പാൽ ഒഴിക്കാം. ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. മാങ്ങ അധികം വെന്ത് പോകാൻ പാടില്ല. ഓരോ മാങ്ങയുടെ ചില മാങ്ങ പെട്ടെന്ന് അലിഞ്ഞു പോകും. അപ്പം അത് ശ്രദ്ധിക്കണം. ഒന്ന് തുറന്നു നോക്കാം. ഈ സമയത്ത് ഉപ്പും ഒക്കെ നോക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം.
പുളിയുള്ള ഇപ്പോൾ ഒരു ഞാൻ അര ടീസ്പൂൺ ഇടണുള്ളൂ. പുളി കൂടുതലാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ഇടേണ്ടി വരും. ഒരു അര ടീസ്പൂൺ കൂടി ഇടുന്നുണ്ട്. അല്പം ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ഇനി 1 പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ച് അധികം തിളക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇത്തവണ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കണത്. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.